ഇന്ത്യയിലോ ചൈനയിലോ ലോകത്ത് എവിടെയും ഉണ്ടാക്കുന്ന ഐഫോണുകളും ആപ്പിൾ പ്രോഡക്റ്റുകളും അമേരിക്കയിൽ വിൽക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചാൽ 25% താരിഫ് ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് മേൽ ചുമത്തും. നിങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കി അമേരിക്കയിൽ തന്നെ വിറ്റേ മതിയാകൂ എന്ന് ആപ്പിൾ കമ്പനിയുടെ സിഇഒയോട് അല്ലെങ്കിൽ ആപ്പിൾ കമ്പനിയോട് അമേരിക്കൻ പ്രസിഡന്റ് വളരെ കർക്കശമായിട്ട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ ട്രംപ് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ആപ്പിൾ കമ്പനി ട്രംപിന്റെ ഈ തിട്ടൂരത്തിന് വഴങ്ങിക്കൊടുക്കുമോ? ഒന്നാമത്തെ കാര്യം, ട്രംപ് ശ്രമിക്കുന്നത് അമേരിക്കൻ എക്കണോമിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. നോക്കൂ, ട്രംപിന്റെ പല പ്രവൃത്തികളോടും നമുക്ക് വിയോജിപ്പുണ്ട്. കാരണം ഈ മനുഷ്യൻ പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ആളാണ്. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണെങ്കിൽ കൂടി തന്നെ എത്തിക്സ് ഇല്ലാത്ത കച്ചവടക്കാരനാണ്. ഇദ്ദേഹമായിട്ട് ആർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. 50 രൂപയ്ക്ക് ഉറപ്പിച്ച സാധനത്തിന് 51 രൂപ തരാമെന്ന് പറഞ്ഞാൽ തേച്ച് കൊടുക്കുന്ന മുതലാളിയാണ് ട്രംപ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പ്രസിഡന്റ്, അമേരിക്കയെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമെന്ന നിലയിലേക്ക് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ട്രംപ് ശ്രമിക്കുന്നത് അമേരിക്കൻ കമ്പനികൾ എന്തിന് ചൈനയിൽ പോയി ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തിനു പോകണം, വിയറ്റ്നാമിൽ എന്തിനു പോകണം, അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കി അമേരിക്കയിൽ വിറ്റാൽ മതി, അല്ലാതെ ഇനി നമ്മളെ വെച്ചുകൊണ്ട് അമേരിക്കൻ കമ്പനികളുടെ ചിലവിൽ വേറെ രാജ്യങ്ങൾ അങ്ങനെ ഇപ്പോൾ വളരണ്ട എന്നുള്ളതാണ് ഇവിടെ ട്രംപിന്റെ പോയിന്റ്. ട്രംപ് പറഞ്ഞതിനകത്ത് പകുതി ശരിയാണ്. ഈ സ്വാഭാവികമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കേണ്ടത് അമേരിക്കയിൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഇത് കാര്യങ്ങൾ പൂർണ്ണമായി ശരിയല്ല. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ എക്കണോമിയിൽ ആപ്പിൾ ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്തിന്, ഈ ട്രംപിന്റെ സ്വന്തം ഗോഡ് ഫാദർ ആയിട്ടുള്ള ഇലോൺ മസ്ക് പോലും മസ്കിന്റെ ഏറ്റവും അധികം പ്രൊഡക്ഷൻ നടത്തുന്നത് ചൈനയിലാണ്. മസ്കിന്റെ ടെസ്ല കാറുകൾ ധാരാളമായി ചൈനയിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പാർട്സ് അടക്കം സകലതും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ച് ഫൈനൽ ഔട്ട്പുട്ടായി കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അമേരിക്കയെ പോലും വിറ്റാൽ ആരും വാങ്ങില്ല എന്നുള്ളതാണ്. സാധാരണ ഒരു ലോജിക്ക് കൊണ്ട് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു അമേരിക്കക്കാരന്റെ ഒരു ദിവസത്തെ വരുമാനം, അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മാസം കൊടുക്കുന്ന ശമ്പളം, ഈ ശമ്പളം ഒരു ഇന്ത്യക്കാരനോ ചൈനക്കാരനോ കിട്ടുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പല മടങ്ങ് കൂടുതലാണ്. അതായത് ഒരു അമേരിക്കക്കാരന്റെ ശമ്പളം ഉണ്ടെങ്കിൽ 10 ഇന്ത്യക്കാർക്ക് ശമ്പളം കൊടുക്കാം, 5 ചൈനക്കാർക്ക് ശമ്പളം കൊടുക്കാം. ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് കമ്പനികൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പതിയെ മറ്റ് രാജ്യങ്ങളിലേക്ക്, എവിടെ ലേബർ കോസ്റ്റ് കുറയുമോ അവിടേക്ക് പതിയെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് തീരുമാനിക്കുന്നത്. ഈ ചൈനയ്ക്കും ഇന്ത്യക്കുമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യങ്ങൾ സ്വയം വലിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങൾ കൂടിയാണ്. ഈ കമ്പനികൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് ഒരു രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ പോസിബിലിറ്റീസിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തും. ലോകത്തിലെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് കൃത്യമായി പഠനം നടത്തി ഒരു രാജ്യത്തിന്റെ ഭാവിയും വർത്തമാനവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ധാരാളം ഏജൻസികളുണ്ട്. ബില്യൺ കണക്കിന് ഡോളർ ചിലവഴിച്ചുകൊണ്ട് വമ്പൻ കമ്പനികൾ ഇത്തരം സ്റ്റഡീസ് നടത്താറുണ്ട്. അതിന്റെ കാരണം, ഇപ്പൊ ഇന്ത്യയിൽ വന്ന് ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഗുണമുണ്ടാകുമോ എന്നുള്ളത് ആദ്യം ആ കമ്പനിക്ക് അറിയണം. ബില്യൺ കണക്കിന് ഡോളർ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ കമ്പനിയുടെ ഫ്യൂച്ചർ കൂടി ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാരണം ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് പലതും എപ്പോഴും ഉണ്ടാവാം, യുദ്ധങ്ങൾ ഉണ്ടാവാം, പ്രതിസന്ധികൾ ഉണ്ടാവാം. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം ഇവർ സ്റ്റഡി നടത്തും. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവാൻ എത്രത്തോളം സാധ്യതയുണ്ട്, ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവാൻ എത്രത്തോളം സാധ്യതയുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് നല്ല രീതിയിൽ ആയിരിക്കുമോ ഇനിയുള്ള വർഷങ്ങളിൽ, അങ്ങനെയാണെങ്കിൽ തന്നെ അത് എത്രത്തോളം വളർന്നേക്കാം, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ പൈസ എത്രത്തോളം ഉണ്ടാകും, അവർ എത്രത്തോളം സമ്പാദിക്കും, എത്രത്തോളം സ്പെൻഡ് ചെയ്യും, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒരു കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ ആ കമ്പനി ഇതും ചിന്തിക്കും, ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എളുപ്പത്തിന് ചിലവ് കുറച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് സാധനം എത്തിക്കാൻ പറ്റുമോ തടസ്സമില്ലാതെ. ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സാധാരണ രാജ്യമല്ല. അതിപ്പോൾ ചൈനയാണെങ്കിലും നോക്കൂ, 140 കോടി ജനങ്ങൾ ചൈനയിലുണ്ട്, ഇന്ത്യയിൽ 145 കോടി ജനങ്ങളുമുണ്ട്. ഓരോ രാജ്യത്തിനും വളർച്ചയുടെ ഒരു ഏറ്റവും ഉയർന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ നമുക്ക് അമേരിക്കയെ വെച്ച് കമ്പയർ ചെയ്യാം. എപ്പോഴാണ് അമേരിക്കൻ കമ്പനികൾ ചൈനയിലേക്കും ജപ്പാനിലേക്കും ഒക്കെ പ്രൊഡക്ഷൻ നടത്താൻ പോകുന്നത്? അമേരിക്കയിൽ ഇവർ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടാൻ തുടങ്ങി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞു, ഒപ്പം ഈ സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാലതാമസം, അതോടൊപ്പം തന്നെ അത് ഉണ്ടാക്കുന്ന അധികമായ കോസ്റ്റ്, ഈ കാരണം US-ൽ നിന്ന് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് കമ്പനികൾ മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പ്രൊഡക്ഷൻ തുടങ്ങാൻ തീരുമാനിക്കുന്നത്. ഈ അമേരിക്കയിൽ എപ്പോഴാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, അമേരിക്കക്കാരുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടാവാൻ തുടങ്ങുന്നു, അവർ ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നു. അപ്പോൾ ആദ്യം ഒരു മണിക്കൂറിന് $5 ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 25-30 ഡോളറായിട്ട് മാറുന്നു, $50 മാറുന്നു. അങ്ങനെ വരുമ്പോൾ മുതലാളിമാർക്ക് പൈസ കൊടുത്ത് തികയാൻ തന്നെ വരില്ല, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ തന്നെ തികയില്ല എന്ന അവസ്ഥ വരുമ്പോൾ കുറച്ച് വേതനം കുറവുള്ള രാജ്യങ്ങളിലേക്ക് പോകും. അവർ ജപ്പാനിലേക്ക് പോകുന്നുണ്ട്, ജപ്പാനിൽ നിന്ന് പിന്നീട് നേരെ ചൈനയിലേക്ക് പോകുന്നുണ്ട്,
ചൈന എന്തുകൊണ്ട് പ്രധാനമായും തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഈ കമ്പനികൾ ചൈനയിലേക്ക് വരുന്ന സമയത്ത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ചൈന നടപ്പിലാക്കിയ എക്കണോമിക് റീഫോംസ്, അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സിംഗിൾ പാർട്ടിയെ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാവാനിടയുള്ള എതിർസ്വരങ്ങളും പ്രതിഷേധങ്ങളും കുറവായിരിക്കും. ഇതോടൊപ്പം തന്നെ ചൈന സ്വയം വലിയ വിപണിയുമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ചൈനയിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഉൽപാദനം നടത്തിക്കഴിഞ്ഞാൽ ചൈനയിലും സാധനങ്ങൾ വിൽക്കാം. ചൈനയിൽ നിന്ന് ഏഷ്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾ എത്തിക്കാം. ചൈനയുടെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ചൈനയിലേക്ക് വന്നു. ഇന്നിപ്പോ ചൈനയിൽ എന്താണെന്ന് വെച്ചാൽ, ആപ്പിൾ കമ്പനി ഉൾപ്പെടെ എല്ലാ അമേരിക്കൻ യൂറോപ്യൻ കമ്പനികൾക്കും ചൈനയ്ക്കുള്ളിൽ നിന്ന് തന്നെ നല്ല കോമ്പറ്റീഷൻ വരാൻ തുടങ്ങി. കുറെ കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ചൈനീസ് കമ്പനികൾ പുറത്തിറക്കാൻ തുടങ്ങിയ സമയത്ത് ചൈനീസ് വിപണിയിൽ കാര്യമായി അമേരിക്കൻ ബ്രാൻഡുകളും അല്ലെങ്കിൽ യൂറോപ്യൻ ബ്രാൻഡുകളും പെർഫോം ചെയ്യുന്നില്ല. എല്ലാത്തിൻ്റെയും ഓൾട്ടർനേറ്റീവ് ചൈനയിലുണ്ട്. കാരണം ചൈന അവരുടെ വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ജനങ്ങൾ എക്കണോമിക്കലി ഗ്രോ ചെയ്തു, ലിവിംഗ് സ്റ്റാൻഡേർഡ് കൂടി, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി. ഇതോടെ ഓരോരുത്തരുടെയും ശമ്പളത്തിലും കാര്യമായ വർധന ഉണ്ടായി. ആദ്യം ചീപ്പായിട്ട് ലേബർ കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് നല്ല ശമ്പളം കൊടുത്താലേ ചൈനയിലും ജോലിക്ക് എക്സ്പേർട്സിനെ കിട്ടൂ എന്ന സ്ഥിതി വന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലും കാര്യമായ വിള്ളലുകൾ ഉണ്ടായിരിക്കുകയാണ്. ഈ കമ്പനികൾ ചൈനയിലേക്ക് വരുന്ന സമയത്ത് അമേരിക്കയുമായി നല്ല റിലേഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ അല്ല സ്ഥിതി. അപ്പോൾ ഫ്യൂച്ചർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കമ്പനികൾക്ക് മനസ്സിലായി മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പ്രൊഡക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ നോക്കുമ്പോൾ വിയറ്റ്നാം വളരെ ചെറിയൊരു പവറാണ്. വിയറ്റ്നാമിനെ വേണമെങ്കിൽ ഭാവിയിൽ ചൈന പോലും പിടിച്ചെടുക്കാൻ സാധ്യത പോലുമുണ്ട്. മാത്രമല്ല, വിയറ്റ്നാമിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പോപ്പുലേഷനും വളരെ ലിമിറ്റഡ് ആണ്. 10-40 വർഷം മുമ്പ് ചൈനയിൽ ഉണ്ടായ എക്കണോമിക് റീഫോംസും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നുമുണ്ട്. ഇന്ത്യൻ എക്കണോമി വളർന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ഫ്യൂച്ചർ ഇന്ത്യക്കുണ്ട്. അടുത്തൊരു 10-30 വർഷം ഇന്ത്യയിൽ ഭയങ്കരമായ സാധ്യതകൾ ഉണ്ടെന്ന് കമ്പനികൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങുന്നത്. അമേരിക്കയുമായിട്ട് ഇന്ത്യ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആപ്പിൾ കമ്പനിയൊക്കെ ഇന്ത്യയിൽ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പൊ നടത്തിയിരിക്കുകയാണ്. ധാരാളം യൂറോപ്യൻ കമ്പനികളും അമേരിക്കൻ കമ്പനികളും ഇന്ത്യയിലേക്ക് വരികയാണ്. കാരണം നോക്കൂ, മുഴുവൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും, വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലോ അതല്ലെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലോ ഉള്ളതിനേക്കാൾ പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. അപ്പൊ ചൈനയുമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യക്കുള്ള സിമിലാരിറ്റീസ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് ഇന്ത്യക്കുണ്ട്. BJP ഗവൺമെന്റ് വളരെ പവർഫുൾ ആണ്. അടുത്ത കുറെ കാലത്തേക്ക് അവർക്ക് അധികാരം വേണമെങ്കിൽ നിലനിർത്താൻ പറ്റും, അത്രയും പവർഫുൾ ആണ്. ഒരു കൃത്യമായ ഒരു അച്ചടക്കം ഇന്ന് ഇന്ത്യക്കുണ്ട്. എല്ലാ മേഖലയിലും ഇന്ത്യ സൈനികമായും ഇന്ന് ശക്തമാണ്, എക്കണോമിക്കലി വേഗത്തിൽ വളരുന്നു. എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും എങ്ങനെയൊക്കെ നോക്കിയാലും ഇന്ത്യ ഒരു സ്ട്രോങ് പവറാണ്. കൂടാതെ പർച്ചേസ് പവർ പാരിറ്റി നോക്കുമ്പോൾ ഇന്ത്യ 3rd പൊസിഷനിൽ എത്തിയിരിക്കുകയാണ് GDP-യിൽ. അപ്പോൾ അതിവേഗത്തിൽ ഇന്ത്യയുടെ പർച്ചേസ് പവർ പാരിറ്റി അഥവാ വാങ്ങൽ ശേഷി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്ത് വന്ന് ഒരു കമ്പനി പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിലും അത് വിറ്റഴിക്കാം, അത് കയറ്റുമതിയും ചെയ്യാം. ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യ കുറെ കൂടി മികച്ച ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷനിൽ ഇരിക്കുന്ന രാജ്യമാണ്. നമ്മുടെ ഭൂമിശാസ്ത്രം അത്രയും മനോഹരമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മധ്യഭാഗത്തായിട്ട് തലയെടുപ്പോടെ ഇന്ത്യ നിൽക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റുമായും ആഫ്രിക്കയുമായും യൂറോപ്പുമായും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തിയാൽ ജപ്പാനിലോട്ടും കൊറിയയിലോട്ടും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോട്ടും സെൻട്രൽ ഏഷ്യയിലോട്ടും ഒക്കെ എളുപ്പത്തിൽ ചരക്ക് നീക്കം സാധ്യമാകും എന്നുള്ളത് പല കമ്പനികൾക്കും മനസ്സിലായിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലൂടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ വഴി യൂറോപ്പിലേക്കും ചരക്ക് നീക്കം എളുപ്പമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ആപ്പിൾ അടക്കം വമ്പൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളോ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളോ നിങ്ങൾ അമേരിക്കയെ കൊണ്ട് വിൽക്കുകയാണെങ്കിൽ 25% താരിഫ് ചുമത്തുമെന്നുള്ളതാണ്. അപ്പൊ ഇത് ആപ്പിൾ കമ്പനി കേൾക്കുമോ എന്ന് ചോദിച്ചാൽ കേൾക്കില്ല. 3-4 വർഷത്തെ ഭരണമാണ് ഇനി ട്രംപിനുള്ളത്. ഈ ഭരണകാലയളവിൽ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു കമ്പനി അവരുടെ ലോങ് ടേമിലേക്കുള്ള ഒരു ലക്ഷ്യത്തെ വേണ്ട എന്ന് പൂർണ്ണമായി വയ്ക്കില്ല. ട്രംപിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ആപ്പിൾ കമ്പനി അമേരിക്കയിൽ കുറെ പ്രൊഡക്ഷൻ നടത്താൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് അസംബ്ലി ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റു പല രൂപത്തിലും പാർട്സിന്റെ രൂപത്തിലും ഒക്കെ ചെയ്യാം. പക്ഷെ ഇത് അസംബ്ലി യൂണിറ്റ് ആണ് അവർ പ്രധാനമായും ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതിന്റെ പാർട്സ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുപോകാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത. ഈ ഇന്ത്യയിലുള്ള അവരുടെ പ്ലാൻ അവർ ഒരിക്കലും ഇനി അവർ വേണ്ടെന്ന് വെക്കില്ല. കാരണം അത് വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തീരുമാനമാണ്. അമേരിക്കയിലെ 30-35 കോടിയോ മാത്രമല്ല ആപ്പിൾ കമ്പനിയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അവരുടെ വിപണി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പൊ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ആഫ്രിക്ക, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഒക്കെ വലിയ വലിയ രാജ്യങ്ങൾ ഒരുപാട് പേരെ കിടപ്പുണ്ട്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന് ഒക്കെ ഇന്ത്യയിൽ നിന്ന് വേണ്ട എന്നുണ്ടെങ്കിൽ പാർട്സ് നിർമ്മിച്ച് അവിടെ കൊണ്ടുപോയി അസംബിൾ ചെയ്ത് മെയ്ഡ് ഇൻ USA എന്നാക്കി കൊടുക്കാൻ കമ്പനി തൽക്കാലം തയ്യാറാവും. ദീർഘകാലത്തേക്ക് അതിന്റെ ആവശ്യം അവർക്ക് വരില്ല. അടുത്ത ഭരണകൂടം വരുമ്പോൾ ഈ കമ്പനി ഉറപ്പായിട്ടും ആ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കും. അപ്പോൾ ഇതങ്ങനെയാണ്. അമേരിക്കയിലെ കുറെ കമ്പനികൾ ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളാണ്,
കുറെ കമ്പനികൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ റിപ്പബ്ലിക്കൻസിനെയാണ്. അപ്പോൾ ഇവരുടെ ഭരണാധികാരികൾ ഇവരുടെ പാർട്ടിയിൽ നിന്ന് അധികാരത്തിലേക്ക് അവർ എത്തുന്ന സമയത്ത് അവരുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് എപ്പോഴും അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ ആപ്പിൾ കമ്പനി ഒരു പക്ഷേ ട്രംപിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കാം, അതുകൊണ്ടാവാം. പക്ഷേ ഇന്ത്യയുടെ ഇനിയുള്ള വളർച്ചയെ പിടിച്ചു കെട്ടുക എന്നുള്ളത് സാധ്യമല്ല. അത് മുതലെടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ വളർച്ചയിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് ബുദ്ധിപരമായ ഒരു കമ്പനി എപ്പോഴും ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പൊ ട്രംപിന്റെ തിട്ടൂരം ആപ്പിൾ കമ്പനി പൂർണ്ണമായും കേൾക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഇന്ത്യ ബാധിക്കില്ല എന്ന് തന്നെ പറയാം. ഉറപ്പായിട്ടും ഇന്ത്യയിൽ ആപ്പിൾ കമ്പനി പ്രൊഡക്ഷൻ നടത്തുക തന്നെ ചെയ്യും. ട്രംപിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ട്രംപുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കിക്കൊണ്ടോ അതിന് ശാശ്വത പരിഹാരവുമാവും. ഈ ഇന്ത്യ അമേരിക്ക ഒരു ട്രേഡ് ഡീല് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ട്രംപ് ഈ പറയുന്നതിനൊന്നും വേറെ യാതൊരു പ്രസക്തിയും ഇല്ല, അത് വേറെ കാര്യം. അപ്പൊ ട്രംപിന്റെ വാക്കിന് വലിയ വിലയൊന്നും സത്യത്തിൽ ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.